automatism, homesickness. Satyriasis in the mind and sexual impulse. Both chapters we have satyriasis. Okay. Then comes the chapter sensorium. We have a chapter sensorium. സെൻസോറിയത്തിൽ കൺഫ്യൂഷൻ, നമ്മൾ മൈൻഡിൽ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു അല്ലേ. കൺഫ്യൂസ്ഡ് എന്നുള്ളത് മൈൻഡിലും കൺഫ്യൂഷൻ എന്നുള്ളത് സെൻസോറിയത്തിലുമാണ്. അപ്പോൾ മൈൻഡിലൊരു ഡി ഉണ്ട്, അപ്പോൾ കൺഫ്യൂസ്ഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൈൻഡിലും, കൺഫ്യൂഷൻ എന്നുള്ളത് സെൻസോറിയത്തിലും. രണ്ടും ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, വെറുതെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുന്നു മാത്രം. കൺഫ്യൂഷൻ എന്നുള്ളത് സെൻസോറിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ എന്ന് കൊടുത്തിട്ടുള്ളത് മൈൻഡിലും, ആൽക്കഹോളിസം ആസ് ഓഫ് എന്ന് കൊടുത്തിട്ടുള്ളത് സെൻസോറിയത്തിലാണ്. ഗ്ലൂമി നമുക്ക് മൈൻഡിലും കിട്ടും സെൻസോറിയത്തിലും കിട്ടും. പക്ഷെ മൈൻഡിലുള്ള ഗ്ലൂമിക്കാണ് ഒരുപാട് മെഡിസിൻസ് ഉള്ളത്, സെൻസോറിയത്തിൽ കുറവാണ്. പിന്നെ സ്കൾ ബേസ്റ്റിംഗ് ആസിഡ്, ഓരോ സെൻസേഷൻ, സ്കൾ ബേസ്റ്റിംഗ് ആസിഡ്, ഫെയിൻറ്റ്നെസ് ഫെയിൻറ്റിങ്. പിന്നെ അനദർ റൂബ്രിക്സ് വെർട്ടിജിനസ് എന്നുള്ള റൂബ്രിക് നമുക്ക് സെൻസോറിയത്തിലാണ് കിട്ടുക. പക്ഷെ നമുക്ക് വെർട്ടേഗോ എന്ന് പറഞ്ഞ വേറെ സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്, അവിടെ നമുക്ക് വെർട്ടേഗോ എന്ന് പറയുന്ന ഒരു റൂബ്രിക് കിട്ടും. വെർട്ടിജിനസ് എന്ന് പറയുന്നത് സെൻസോറിയത്തിലോ, വെർട്ടേഗോ എന്ന് പറയുന്ന റൂബ്രിക് നമുക്ക് വെർട്ടേഗോ ചാപ്റ്ററിലോ ആണ് കിട്ടുക. അപ്പോൾ സെൻസോറിയം, കൺഫ്യൂഷൻ, ആൽക്കഹോളിസം ആസ് ഓഫ്, ഗ്ലൂമി, വെർട്ടിജിനസ്, ഫെയിൻറ്റിങ്. സോ കമ്മിങ് ടു ചാപ്റ്റർ വെർട്ടേഗോ. വെർട്ടേഗോ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ്. ബ്രെയിൻ ഡീപ്പ് ഇൻ, ഫെയിൻറ്റ്നെസ്. അനദർ റൂബ്രിക് ഫെയിൻറ്റ്നെസ്. ഇതിലൊക്കെ റൂബ്രിക് ഇങ്ങനെയാണെങ്കിൽ പോലും മെഡിസിൻസും ചേഞ്ച് ഉണ്ട് കേട്ടോ. അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയില്ല. ഫെയിൻറ്റ്നെസ് വെർട്ടേഗോന്റെ സമയത്ത് തോന്നുന്നൊരു ഒരു ഫെയിൻറ്റ്നെസ് ആയിരിക്കും ഉദ്ദേശിച്ചത്, അപ്പം മെഡിസിൻസ് ചേഞ്ച് വരുമായിരിക്കും. ഫെയിൻറ്റ്നെസ്. റീലിംഗ്, സ്റ്റാഗറിംഗ്, ഗിഡി, ഇറ്റ് ഇസ് ഇൻ ദ വെർട്ടേഗോ ചാപ്റ്റർ. Then vertigo, senile of the aged. Senile vertigo is given in the vertigo chapter. So vertiginous is given in the sensorium. Vertigo is given in the vertigo chapter. നമുക്ക് കെൻഡിലും വെർട്ടേഗോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, TPBയിൽ പക്ഷേ അത് ഇന്റലക്ട് എന്നുള്ള ചാപ്റ്ററിലാണ് വെർട്ടേഗോ കിട്ടുന്നത്. Then comes the head internal. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കുറച്ച് ലൊക്കേഷൻ റൂബ്രിക്സ് ഒക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ലൊക്കേഷൻ റൂബ്രിക്സ് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് വെർട്ടെക്സ്. അപ്പോൾ ഈ ലൊക്കേഷൻ റൂബ്രിക്സിനൊക്കെ അവരൊരു ഷോർട്ട് ഫോമിൽ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. വെർട്ടെക്സ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് വി എന്ന് വെച്ചിട്ടാണ്. പിന്നെ ടെമ്പിൾസ് ആണെങ്കിൽ ടി എന്നായിരിക്കും, ഫോർഹെഡ് ആണെങ്കിൽ എഫ് എന്നായിരിക്കും. അങ്ങനെയായിരിക്കും ഓരോ ഇത് മെൻഷൻ ചെയ്യുക, ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക. പിന്നെ സെൻസേഷൻ വരുന്ന സമയത്ത് അവർ ബേണിംഗ് സെൻസേഷൻ വി, ബേണിംഗ് സെൻസേഷൻ ടി, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇതിൽ റൂബ്രിക്സ് പോകുന്നത്. സോ ഫസ്റ്റ് ലൊക്കേഷൻ റൂബ്രിക്സിന്റെ കൂടെ അതിന്റെ ഒരു അബ്രിവിയേഷൻ ഫോം, ഒരു ലെറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ വെർട്ടെക്സ് എന്നുള്ളതിന് വി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹാഫ് ഓഫ് വൺ എന്നുള്ളത് നമുക്ക് മൈഗ്രെയിൻ എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണ്. പക്ഷെ നമുക്ക് മൈഗ്രെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് വേറെ വരുന്നുണ്ട്, ഹാഫ് ഓഫ് വൺ മൈഗ്രെയിൻ. അതിൽ ഞാനൊരു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? ഡൺഹാം ആൾട്ടർ ചെയ്ത്. വെരി ഗുഡ് എനിക്ക് സന്തോഷം, എൻ്റെ ക്ലാസ് കേട്ടിരുന്നു മനസ്സിലായി. ഡൺഹാം ആൾട്ടർ ചെയ്ത ഒരു റൂബ്രിക് ആണ്. ഞാനത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെറുതെ, ഒരുപാട് റൂബ്രിക്സ് ഉണ്ട്, ഇതിന് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. സോ ഹാഫ് ഓഫ് വൺ എന്നുള്ളതിൽ ഡൺഹാം ഓൾട്രേഷൻ ഉണ്ട്, അത് മൈഗ്രെയിൻ എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണ്. ദെൻ വി ഹാവ് എ റൂബ്രിക് ബ്രെയിനിന്റെ താഴെ മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് സബ് റൂബ്രിക് ഉണ്ട്. ദെൻ ബ്ലോസ്, ഷോക്സ്, ത്രെഡ്സ്, എക്സ്പ്ലോഷൻസ്. ഇതിന് കറ്റാറൽ ഹെഡേക്ക്, ക്രോണിക് ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് ഉണ്ട്. കറ്റാറൽ ഹെഡേക്ക്, ക്രോണിക് ഹെഡേക്ക്, കൺകഷൻ ഓഫ് ബ്രെയിൻ, കൊറൈസൽ ഇസ് എ റൂബ്രിക് ഇൻ ദ ഹെഡ് ഇന്റേണൽ ഉള്ള റൂബ്രിക് ആണ് കൊറൈസൽ. ബട്ട് വി ഹാവ് എ സെപ്പറേറ്റ് ചാപ്റ്റർ കൊറൈസ, ബട്ട് കൊറൈസൽ ഈസ് ഗിവൺ ഇൻ ദ ഹെഡ് ഇന്റേണൽ ചാപ്റ്റർ. ദെൻ എഫ്യൂഷൻ ഇൻ ടു ബ്രെയിൻ. Then another important rubric, hydrocephalus is given in the head internal. ഹൈഡ്രോസെഫാലസിന് വേറെ നമുക്ക് റൂബ്രിക് എടുക്കാം, പക്ഷേ ഹൈഡ്രോസെഫാലസ് എന്നുള്ള ഒരു പേരായിട്ട് കൊടുത്തിട്ടുള്ളത് ഹെഡ് ഇന്റേണൽ ആണ്. സോ ഇറ്റ് ഈസ് ദ റൂബ്രിക് ഓഫ് ഹെഡ് ഇന്റേണൽ ചാപ്റ്റർ, ഹൈഡ്രോസെഫാലസ്. Then inflammation, meningitis, encephalitis. മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സബ് റൂബ്രിക്സ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ റൂബ്രിക് ഇൻഫ്ലമേഷൻ, മെനിഞ്ചൈറ്റിസ്.
inflammation, subrubric encephalitis. Okay, we have a separate important rubric, migraine, then softening of brain, sunstroke and after effects. So important rubrics in the head internal, catarrhal headache, chronic headache, coryzal, hydrocephalus, inflammation, meningitis, inflammation, encephalitis, migraine, sunstroke. Okay. Then comes the head external chapter. First comes the location rubrics as coronal region, hairy region, then eyebrows. Eyebrows is an allocation rubrics in the head external chapter. Then sutures, whiskers, adherent scalp is given in head external chapter. So coronal region, eyebrows, sutures, whiskers, all comes the location rubrics. Then comes adherent scalp, baldness. Baldness is given in the head external. Baldness is given in head external. Crust, scurf, tinea. It's given for tinea capitis, crust, scurf, tinea. Then comes rubric dandruff. Then dandruff. Then another rubric enlarged in bracket rickets, hydrocephalus, etc. Head external enlarged. But head internal നമുക്ക് ഡയറക്റ്റ് റൂബ്രിക് ഹൈഡ്രോസെഫാലസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഹെഡ് എക്സ്റ്റേണലിൽ എൻലാർജിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് റിക്കറ്റ്സ് ഹൈഡ്രോസെഫാലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. Then important rubric eruptions, many subrubrics are there. Then brani eruptions, brani pityriasis, eruption crusty, milk crust. Then eruption favus, eruption scaly, large is taken for scalp psoriasis. So the rubric for scalp psoriasis is eruption scaly, large psoriasis. In bracket we have psoriasis. Then fontanelles open. It is given in the head external chapter. Fontanelles open. Then comes important rubric hair. The different types of hair is given, like light hair, dark hair is given, edges of hair, bristling, brittle, bunching off, cold, everything is given. Then another rubric in the subrubric is given, falling out from head. Hair falling out from head. Then hair pulls her hair or others. Pull her hair or others. It's given in the hair rubric itself. TPB-യിൽ നമ്മൾ എങ്ങനെ ഹെയർ പഠിച്ചത്? ഹെയറിന്റെ ഫീച്ചർ ഒക്കെ എക്സ്റ്റേണൽ ഹെഡിലും പിന്നെ ഫാളിംഗ് ഔട്ട് സ്കിൻ. യെസ്, വെരി ഗുഡ്. അതായത് ഹെഡ് എക്സ്റ്റേണലിലാണ് നമ്മൾക്ക് ഹെയർ, ലൈറ്റ് ഹെയർ, ഡാർക്ക് ഹെയർ ഒക്കെ കണ്ടത്. പക്ഷെ ഫാളിംഗ് ഓഫ് ഹെയർ ഫ്രം ഹെഡ്, ഫാളിംഗ് ഓഫ് ഹെയർ ഫ്രം ബിയേർഡ് ഒക്കെ കിട്ടിയത് നമുക്ക് സ്കിന്നിലായിരുന്നു. പിന്നെ കോമ്പിംഗ് ഹെയർ, കട്ടിംഗ് ഹെയർ എന്നൊക്കെ പറയുന്നത് അഗ്രവേഷൻ ചാപ്റ്ററിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് TPB. ദെൻ ഹിയർ another rubric is lousiness inclined to, then plica polonica, ringing of forehead. So these are the important rubric in head external, that is baldness, dandruff, enlarged rickets, hydrocephalus, etc. Eruptions, scaly large for psoriasis, fontanelles open in head external chapter. Then hair falling from head, air pulls her hair of others. Then lousiness inclined to plica polonica, wrinkling of forehead. This is all included in the head external chapter. So then comes the important chapter, eye. Eye chapters, we have these 6 divisions, sub-chapters we have. That is eyes, it's a sub-chapter. Eyebrows is a sub-chapter. Orbit is a sub-chapter. Eyelids is a sub-chapter. Candide and vision. These 6 sub-chapters included for eye. Okay. First comes the eye chapter. Eye we have arcus senalis. Arcus senalis we have. Arcus senalis. Then blenoria. Blenoria. Blue sclerotic. Blue pole yellow sclerotic എന്ന് പറഞ്ഞ വേറെ റൂബ്രിക് ഉണ്ട്. ബ്ലൂ സ്ക്ലിറോട്ടിക്, യെല്ലോ സ്ക്ലിറോട്ടിക്. Then crystalline lens, pain in. Crystalline lens, pain in. Pain in lens. Okay. Then fistula lacrimal. Fistula lacrimal. Then another important rubric, glaucoma. Glaucoma. Hypopyon. What is this hypopyon? നമ്മൾ പസിന്റെ ആന്റീരിയർ ചാമ്പർ ഓഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ട്?
അതാണ് ഹൈപ്പോപ്പിയോൺ. അതിൽ ഒറ്റ സിംഗിൾ മെഡിസിൻ പ്ലംബം മാത്രമേ മെഡിസിൻ ഉള്ളൂ, ഹൈപ്പോപ്പിയോൺ. ഓക്കെ. ദെൻ ഐയിൽ തന്നെയാണ് ലുക്ക് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ലുക്ക് എന്ന റൂബ്രിക് ഉണ്ട്. ലുക്കിന്റെ സബ് റൂബ്രിക് ആണ് ആങ്ഷ്യസ്, ഡിസ്റ്റർബ്ഡ്, വൈൽഡ്. അതൊക്കെ ലുക്കിന്റെ സബ് റൂബ്രിക് ആണ്. അപ്പോൾ ഐയിലാണ് ലുക്ക് വരുന്നത് ആലോചിക്കാം. ലുക്ക് ആങ്ഷ്യസ്, ലുക്ക് ഡിസ്റ്റർബ്ഡ്, ലുക്ക് വൈഡ് ഒക്കെ സബ് റൂബ്രിക് ആണ്. ലുക്കാണ് നമ്മുടെ റൂബ്രിക്. ദെൻ സങ്കൺ, ഹോളോ ഐ, ന്യൂറാൾജിയ, സീരിയലി ന്യൂറാൾജിക്ക് എടുക്കുന്ന റൂബ്രിക് ആണ്. ദെൻ ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ നമ്മൾ പറഞ്ഞു. ഐയിലും വരും, വിഷ്വലിലും വരും, മൈൻഡിൽ മാനിയും വരും എന്ന് പറഞ്ഞു. ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ. ദെൻ ഐ പ്രൊട്രൂഡിങ്. ഐ പ്രൊട്രൂഡിങ് നമുക്ക് TPBയിൽ എവിടെ കിട്ടിയത്? യെസ്, ഇറ്റ് ഈസ് ഇൻ ദ ഫേസിലാണ് നമ്മൾ ഐ പ്രൊട്രൂഡിങ് പഠിച്ചത്. പക്ഷേ കെൻഡിലാണെങ്കിലും BBCRലാണെങ്കിലും രണ്ടും കിടക്കുന്നത് ഐയിലാണ്. ഐ പ്രൊട്രൂഡിങ്. ദെൻ സോറ സ്ക്രോഫുല, ടെറീജിയം എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. പിന്നെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അല്ലെങ്കിൽ ഡിഗ്രീസ്ഡ്, അങ്ങനെ ഒരുപാടുള്ള റൂബ്രിക്സ്, പ്യൂപ്പിൾസ് റിലേറ്റഡ് റൂബ്രിക് നമുക്ക് ഐയിൽ കിട്ടും. സ്ട്രബിസ്മസ് കിട്ടും. സ്ട്രബിസ്മസ്, ടിയേഴ്സ് വരുന്നുണ്ട്. ട്രിച്ചിയാസിസ് ഒക്കെ വരുന്നത് ഐ ചാപ്റ്ററിലാണ്. സോ ഐ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ് ആർക്കസ് സെനാലിസ്, ബ്ലെനോറിയ, ഗ്ലോക്കോമ, ലുക്ക് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. പിന്നെ ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ, ഐ പ്രൊട്രൂഡിങ്, സോറ സ്ക്രോഫുല, ടെറീജിയം, പ്യൂപ്പിൾസ്, സ്ട്രബിസ്മസ്, ട്രിച്ചിയാസിസ്. ഇത്രയും റൂബ്രിക്സ് നമുക്ക് ഐ ചാപ്റ്ററിലാണ് കിട്ടുക. ഓക്കെ. അടുത്ത സബ് ഡിവിഷനാണ് നമുക്ക് ഐബ്രോസ് ഒക്കെ ഉണ്ട്. ഐബ്രോസിലൊന്നും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ഇല്ലാത്തതുകൊണ്ട് ഐലിഡ്സിലെ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഐയിൽ ഐ ഉണ്ട്, ഐബ്രോസ് ഉണ്ട്, ഓർബിറ്റ് ഉണ്ട്, ഐലിഡ്സ് ഉണ്ട്, ക്യാന്ത ഉണ്ട്, വിഷൻ ഉണ്ട്. ഐബ്രോസിലും ഓർബിറ്റിലും ഒന്നും വല്ലാണ്ട് റൂബ്രിക്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഐലിഡ്സിലോട്ട് പോകുന്നു. ഐലിഡ്സിലാണ് നമുക്ക് മീബോമിയൻ ഗ്ലാൻഡ് കിട്ടുക. മീബോമിയൻ ഗ്ലാൻഡ് ഉണ്ട്. ഐഗം ഉണ്ട്. ഐഗം നമുക്ക് ഐലിഡ്സിലും കിട്ടും, ക്യാന്തയിലും കിട്ടും. ഐഗം. ദെൻ ടോസിസിനുള്ള റൂബ്രിക് ഐലിഡ്സിലാണ് കിടക്കുന്നത്. ഐലിഡ്സ്, പാരാലിസിസ്, ഡ്രൂപ്പിംഗ്, ടോസിസ്, അങ്ങനെയാണ് ആ റൂബ്രിക് കിടക്കുന്നത്. ഐലിഡ്സിൽ പാരാലിസിസ്, ഡ്രൂപ്പിംഗ്, ടോസിസ്. ദെൻ ബ്ലിഫറോസ്പാസം എന്നുള്ള റൂബ്രിക് ഉണ്ട്. ബ്ലിഫറോസ്പാസം അത് ഐലിഡ്സിൽ സ്പാസം, ക്രാംസ്, ബ്ലിഫറോസ്പാസം എന്നാണ് ആ റൂബ്രിക് കിടക്കുന്നത്. സ്പാസം, ക്രാംസ്, ബ്ലിഫറോസ്പാസം. പിന്നെ ടാസൽ ട്യൂമേഴ്സ്, ടാസൽ. പിന്നെ സ്റ്റൈസ് കിട്ടുന്നത് ഐലിഡ്സിലാണ്. ട്രക്കോമ കിട്ടുന്നതും ഐലിഡ്സിലാണ്. ട്രിച്ചിയാസിസ് കിട്ടുന്നത് ഐയിലാണ്. ട്രക്കോമ കിട്ടുന്നത് ഐലിഡ്സിലാണ്. സ്റ്റൈസ് കിട്ടുന്നത് ഐലിഡ്സിലാണ്. സ്ട്രബിസ്മസ് കിട്ടുന്നത് ഐ ചാപ്റ്റേഴ്സിലാണ്. ടാസൽ ട്യൂമേഴ്സ് കിട്ടുന്നത് ഐലിഡ്സിലാണ്. അപ്പോൾ മീബോമിയൻ ഗ്ലാൻഡ് ഐലിഡ്സ്, ഐഗം നമുക്ക് 2 സ്ഥലത്ത് കിട്ടും. ദെൻ ടോസിസ് കിട്ടുന്നത് ഐലിഡ്സിലാണ്. ബ്ലിഫറോസ്പാസം കിട്ടുന്നത് ഐലിഡ്സിലാണ്. സ്റ്റൈസ്, ട്രക്കോമ ഇതൊക്കെ കിട്ടുന്നത് ഐലിഡ്സിലാണ്. പിന്നെയാണ് ക്യാന്തയിൽ ഐഗം ഉണ്ട്. ഫിസ്റ്റുല ലാക്രിമൽ അത് ഐയിലും ഉണ്ട്. ഫിസ്റ്റുല ലാക്രിമൽ എന്ന റൂബ്രിക് നമുക്ക് ഐയിലും കിട്ടും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് സബ് ഡിവിഷൻ ആണ് വിഷൻ എന്ന് പറയുന്നത്. ബ്ലൈൻഡ്നെസ്, അമോറോസിസ്. ബ്ലൈൻഡ്നെസിന്റെ റൂബ്രിക് കിട്ടുന്നത് വിഷനിലാണ്. പിന്നെ ഡേ ഹെമറലോപ്പിയ എന്ന് പറയുന്നുണ്ട്. അതിൽ ഹെമറലോപ്പിയ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ BBCRൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹെമറലോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ബ്ലൈൻഡ്നെസ്സിനാണ് നമ്മുടെ ഹെമറലോപ്പിയ എന്ന് പറയുക. അപ്പോൾ ഡേ ബ്ലൈൻഡ്നെസ് എന്നുള്ള റൂബ്രിക് ആണ് വിഷൻ, ബ്ലൈൻഡ്നെസ്, ഹെമറലോപ്പിയ. ഓക്കെ. പിന്നെ കാട്രാക്ട് എന്ന് പറഞ്ഞ റൂബ്രിക് നമുക്ക് വിഷനിലാണ് കിട്ടുക. കെൻഡിൽ എവിടെ കിട്ടുക കാട്രാക്ട്? ഐയിലാണ് കിട്ടുക. ഐ കാട്രാക്ട്. TPBയിലാണെങ്കിൽ വിഷ്വലിലാണോ ലെൻസ്, ഐയിലാണോ ലെൻസ്? ഐയിലാണ് ലെൻസ്. ഓക്കെ. അപ്പൊ വിഷനുള്ള കാട്രാക്ട് കിട്ടുന്നത് BBCRൽ മാത്രമാണ് കേട്ടോ. ദെൻ ഇല്യൂഷൻ ഓഫ് കളേഴ്സ്, ക്രോമോപ്സിയ. അതിൽ തന്നെയാണ് മസ്കേ വെളിറ്റൻഡൻസ് ഉള്ള റൂബ്രിക് ഉള്ളത്. ഫ്ലൈസ് ആൻഡ് മസ്കേ വെളിറ്റൻഡൻസ്. പിന്നെ ലെറ്റേഴ്സ് റണ്ണിങ് ടുഗദർ അത് അസ്റ്റിഗ്മാറ്റിസിന് എടുക്കുന്ന റൂബ്രിക് ആണ്. അത് TPBയിലും നമുക്ക് എവിടെ കിട്ടുക? വിഷനിലാണ് ലെറ്റേഴ്സ് റണ്ണിങ് ടുഗദർ എന്ന് കിട്ടുക. BBCRലും ലെറ്റേഴ്സ് റണ്ണിങ് ടുഗദർ എന്നുള്ളത് വിഷനിലാണ് കിട്ടുക. പക്ഷെ കെൻഡിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. അത് ഐ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് റൂബ്രിക്, ഐ ചാപ്റ്ററിലാണ്.
പിന്നെ മയോപ്പിയ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ അഗെയിൻ കമ്മിങ്. ദെൻ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. പ്രസ് ബയോപ്പിയ നമുക്ക് കിട്ടുന്നത് വിഷ്വലിലാണ്. ഇംപ്രഷൻസ് ആർ റിറ്റെയിൻ ഓൺ റെറ്റിന ടു ലോങ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ഗ്ലോക്കോമ എവിടെ കിട്ടും നമുക്ക് BBCRൽ? ഐ ഗ്ലോക്കോമ. പക്ഷെ പ്രസ് ബയോപ്പിയ വരുന്നത് വിഷ്വലിലാണ്. കാട്രാക്ട് വിഷ്വലിലാണ്. മയോപ്പിയ വരുന്നത് വിഷ്വലിലാണ് കേട്ടോ. ദെൻ കംസ് ദ ഇയേഴ്സ് ചാപ്റ്റർ. ഇയേഴ്സ് ചാപ്റ്ററിന്റെ 2 ഡിവിഷനാണ്. ഇയറും ഉണ്ട് ഹിയറിംഗും ഉണ്ട്. അതിൽ ഇയേഴ്സിൽ വരുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ബിഹൈൻഡ് ഇയേഴ്സ് ആൾസോ മാസ്റ്റോയിഡ്. അത്തീറോമ ഇൻ ലൊബ്യൂൾ. അതിൽ സിംഗിൾ മെഡിസിൻ ആണ്, നൈട്രിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ദെൻ ക്യാരീസ് ഓഫ് മാസ്റ്റോയിഡ്, കറ്റാറൽ ഓഡീഷൻസ്, ഡിസ്ചാർജ്, ഇയർവാക്സ് ഡിസ്ചാർജിന്റെ താഴെയും ഇയർവാക്സ് ഉണ്ട്. അഗെയിൻ ഇയർവാക്സ് ഇസ് എ സെപ്പറേറ്റ് റൂബ്രിക്. ദെൻ ഗ്ലാൻസിന്റെ ബ്രാക്കറ്റിൽ ഓറിക്കുലാർ പരോട്ടിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരോട്ടിഡ് ഗ്ലാൻഡ് എടുക്കുന്ന 2 റൂബ്രിക്കിൽ ഒന്നാണ് ഗ്ലാൻസ് ഓറിക്കുലാർ പരോട്ടിഡും. പിന്നെ ഫേസിലും പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്. ദെൻ പെർഫറേഷൻ ഓഫ് ഡ്രം. ദെൻ പോളിപ്പി, ഇയേഴ്സിലുള്ള പോളിപ്പാണ്, ഇയേഴ്സ് പോളിപ്പി. ദെൻ സ്റ്റഫ്ഡ് ഫീഡിങ്. വേംസ് ഇൻ ഇയേഴ്സ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അതിലൊറ്റ മെഡിസിൻ ഉള്ളൂ, റൂട്ട മാത്രമാണ് മെഡിസിൻ. സോ യൂസ്റ്റേഷ്യൻ ട്യൂബ്, അത്തിറോമ ഇൻ ലൊബ്യൂൾ, then earwax, glans, auricular parotid, perforation of drum, polypi നോസിലും ഉണ്ട്, ഇയേഴ്സിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേംസ് ഇൻ ഇയേഴ്സിന് ഒറ്റ മെഡിസിനേ ഉള്ളൂ, റൂട്ട മാത്രമേ ഉള്ളൂ. ദെൻ ഹിയറിംഗിൽ നമുക്ക് ഡെഫ്നെസ് വരും. ഹിയറിംഗ് അക്യൂട്ട്, ഡിഫിക്കൽട്ട് ഫോർ ഹ്യൂമൻ വോയിസ്. ദെൻ ഇല്യൂഷൻ ഓഫ് ബെല്ലോയിങ്, ചിർപ്പിംഗ് ലൈക്ക് ക്രിക്കറ്റ്സ്, നോയ്സസ്, ടിനിറ്റസ് കിട്ടുന്നത് ഹിയറിംഗ്, ഇല്യൂഷൻ, നോയ്സസ്, ടിനിറ്റസ്. പിന്നെ റീഎക്കോയിങ് ഓഫ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ്, അതൊക്കെ ഇല്യൂഷന്റെ താഴെ കിട്ടുക. ദെൻ വാനിഷിങ്, സഡൻ ആയിട്ട് ഇയറിംഗ് വാനിഷ് ചെയ്യുന്നത്. സോ 2 സബ് ചാപ്റ്റേഴ്സ് ആണ്, ഇയേഴ്സും ഹിയറിംഗും ആണ് ഇയറിന്റെ താഴെയുള്ള സബ് ചാപ്റ്റേഴ്സ്. ദെൻ നോസ് നമുക്ക് 3 ഡിവിഷനാണ്. നോസ്, സ്മെല്ല്, കൊറൈസ. അതിൽ നോസിൽ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ബ്ലീഡിങ്, അതാണ് എപ്പിസ്റ്റാക്സിസിന് എടുക്കുന്ന റൂബ്രിക് അല്ലേ. അപ്പോൾ നമ്മൾ TPBയിൽ എങ്ങനെയാണ് എപ്പിസ്റ്റാക്സിസ് എടുത്തത്? നോസ് ബ്ലീഡ് എന്നായിരുന്നു അവിടുത്തെ റൂബ്രിക്. ഇവിടെ നമുക്ക് ബ്ലീഡിങ് എന്നാണ് റൂബ്രിക്. അതിൽ സബ് റൂബ്രിക് ആണ് മെൻസസ് ആബ്സെന്റ്, ദാറ്റ് ഇസ് വിക്കാരിയസ് മെൻസ്ട്രേഷൻ അല്ലേ. നമ്മൾ നോസ് ബ്ലീഡിങ്, മെൻസസ് ആബ്സെന്റ്. ദെൻ ഫാൻ ലൈക്ക് മോഷൻ ഓഫ് വിങ്സ്. പിന്നെ നോബി എന്ന റൂബ്രിക് ഉണ്ട്. പോളിപ്പി, ഹൈപ്പർട്രോഫീസ് എക്സെട്ര. അപ്പൊ നോസിലെ പോളിപ്പ് ഡയറക്റ്റ് ആയിട്ട് നോസിൽ തന്നെ പോളിപ്പി, ഹൈപ്പർട്രോഫീസ് എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. സൂട്ടി, സ്ട്രൂമാസ്കോഫുല, പിന്നെ യെല്ലോ സാഡിൽ. TPBയിൽ എവിടെയാണ് പോളിപ്പി കണ്ടത്? പോളിപ്പസ് നോസിലുണ്ടോ? എസെൻസിയിലാണ്, സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിലാണ് പോളിപ്പസ് ഉള്ളത്. ദെൻ സ്മെൽ ചാപ്റ്റർ. സ്മെല്ലിൽ അധികം സ്മെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇല്യൂഷൻ ഓഫ് ബേൺഡ് സ്മെൽ, എംബെറുമാറ്റിക്, സെൻസേഷൻ ഓഫ് ഡൾഡ്, ഹൈപ്പർ സെൻസിറ്റീവ് സ്മെല്ല്, അങ്ങനെ സ്മെല്ലിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കൊറൈസ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. കൊറൈസ ചാപ്റ്ററിൽ കൊറൈസ കറ്റാറ, പിന്നെ അബോട്ടിംഗ് റെമഡീസ്, കൊറൈസ അബോട്ടിംഗ് റെമഡീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൊറൈസ കറ്റാറിന്റെ സബ് റൂബ്രിക് ആണ് അബോട്ടിംഗ് റെമഡീസ്. പിന്നെ സ്നീസിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. സ്റ്റോപ്ഡ്, ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറയുന്ന റൂബ്രിക് ഒക്കെ ഉണ്ട് കൊറൈസ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. സോ നോസ്, സ്മെല്ല്, കൊറൈസ. നോസിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. നോബി, പോളിപ്പി, ഹൈപ്പോട്രോഫീസ്, സൂട്ടി, സ്ട്രൂമാസ്കോഫുല. സ്മെല്ല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. കൊറൈസയിൽ കൊറൈസ കറ്റാറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊറൈസ കറ്റാറ, അബോട്ടിംഗ് റെമഡീസ്, സ്നീസിംഗ്, സ്റ്റോപ്ഡ്, ഒബ്സ്ട്രക്റ്റഡ്. ദെൻ ഫേസ്, ലിപ്സ്, ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിൻസ്, ചിന്ന്. ഫേസിന്റെ ഡിവിഷൻസ് എത്രയാണ്? ഫേസ്, ലിപ്സ്, ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിൻസ് ആൻഡ് ചിൻ. ഫേസിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പരോട്ടിഡ് ഗ്ലാൻഡ് ഫേസിലാണ് വരുന്നത്. പിന്നെ ആക്നെ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതിൽ സബ് റൂബ്രിക് ആയിട്ട് കൊമേഡോ, റോസിയേഷ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ആങ്ഷ്യസ് ലുക്ക് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ബൈറ്റ്സ്, ചീക്ക് ബൈറ്റ് ചെയ്യുന്നത് ഫേസിലും സ്പൂണ് ബൈറ്റ് ചെയ്യുന്നത് മൈൻഡിലുമാണ്. ചീക്ക് ബൈറ്റ് ചെയ്യുന്നത് ഫേസിൽ, സ്പൂണ് ബൈറ്റ് ചെയ്യുന്നത് മൈൻഡിൽ. പിന്നെ ബ്ലൂയിഷ് അറൌണ്ട് ഐസ് സർക്കിൾസ്. കോംപ്ലക്ഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബ്ലോണ്ട്, ബ്രൂണറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് കോംപ്ലക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എർത്തി, യെല്ലോ, ഗ്രേ, മഡി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് റൂബ്രിക് ആണ്. പിന്നെ എക്സോസ്റ്റോസിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അതിൽ ഹെക്ലാലാബ മെഡിസിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്പ്രഷൻ ഓൾട്ടേർഡ്,
ഫ്രക്കിൾസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് റൂബ്രിക് ആണ്. ഹെർപ്പസ് ആൻഡ് ടെറ്റർ. മിൽക്ക് ക്രസ്റ്റ് എന്നുള്ള റൂബ്രിക് ഫേസിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിൽ റാഷ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. റെഡ് സർക്കംസ്ക്രൈബ് സ്പോട്ട് ഓൺ ചീക്ക് എന്ന് പറഞ്ഞിട്ട് റെഡിന്റെ താഴെ സബ് റൂബ്രിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യെല്ലോ സാഡിൽ അക്രോസ് ദ നോസ് ആൻഡ് ചീക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് മറക്കാതിരിക്കുക. പരോട്ടിക് ഗ്ലാൻഡ് ഫേസിലാണ്. പിന്നെ ബൈസ് ദ ചീക്ക്, പിന്നെ ഫ്രക്കിൾസ്, ഹെർപ്പസ്, ടെറ്റ്, മിൽക്ക് ക്രസ്റ്റ് എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. നെറ്റിൽ റാഷ് ഉണ്ട്. കേട്ടോ. അടുത്തത് ലിപ്സിൽ ജസ്റ്റ് ലിപ്സിന്റെ നേച്ചർ ആയിട്ടുള്ള ക്രാക്കഡ് ഫിഷേഴ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആസ്ട്രിഞ്ചൻ സെൻസേഷൻ. ക്രാക്കഡ് ഫിഷേഴ്സ് ചോപ്ഡ് എ എന്നാ കൊടുത്തുള്ളത്. എ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിൾ ഓഫ് ലിപ്സ്. ഈ കോർണേഴ്സിന് എ എന്നുള്ളതിലാണ് മെൻഷൻ ചെയ്തത്. ലൊക്കേഷൻ റൂബ്രിക് എ എന്ന് പറഞ്ഞെങ്കിൽ ആംഗിൾ ഓഫ് മൗത്ത് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ലിപ്സിന്റെ ഓരോ നേച്ചർ, ക്രാക്കഡ് അങ്ങനത്തെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിന്റ്സിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ട്രിസ്മസ് കൊടുത്തിട്ടുള്ളത്. അതായത് ക്രാമ്പ്, ട്രിസ്മസ്, ലോക്ക് ജോ. നമ്മൾ ട്രിസ്മസ് ഒക്കെ കിട്ടുന്നത് ടെറ്റനസ് പോലെയുള്ള കണ്ടീഷന് ട്രിസ്മസ്, ലോക്ക് ജോ ഒക്കെ എടുക്കുന്നത് ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിന്റ്സ് എന്നുള്ള പോർഷനിലാണ്. ചൂയിങ് മോഷൻ, ക്രാമ്പ്, ട്രിസ്മസ്, ലോക്ക് ജോ. പിന്നെ സബ്മാക്സിലറി ഗ്ലാൻഡ് സ്വെൽഡ് സബ്മാക്സിലറി. പരോട്ടിഡ് ഗ്ലാൻഡ് കിട്ടുന്നത് ഫേസിൽ, സബ്മാക്സിലറി ഗ്ലാൻഡ്സ് കിട്ടുന്നത് ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിന്റിൽ. പിന്നെ ഓറിക്കുലാർ അല്ലെങ്കിൽ പരോട്ടിഡ് നമ്മുടെ ഗ്ലാൻഡ്സ് മാത്രം കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇയറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിന്നിലുള്ള ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് മെന്റാഗ്ര. മെന്റാഗ്ര എന്ന് പറഞ്ഞെങ്കിൽ ഈ ഹെയർ ഫോളിക്കിൾസിന്റെ ഇവിടുത്തെ ഈ ഹെയർ ഫോളിക്കിൾസിന്റെ ഇൻഫ്ലമേഷൻ നമ്മൾ എന്താ പറയുക? മെന്റാഗ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫേസ് ഉണ്ട്, ലിപ്സ് ഉണ്ട്, ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിന്റ് ഉണ്ട്, ചിന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ. ക്ലെയർ പോയിന്റ് നമുക്ക് എവിടെ കിട്ടാം? ക്ലെയർ പോയിന്റ് മൈൻഡ് അല്ലെ. ബൈറ്റ് സ്പൂൺ എവിടെ കിട്ടാം? ബൈറ്റ് ചീക്ക് ആണെങ്കിൽ എവിടെ കിട്ടിയത്? ചീക്കാണെങ്കിൽ ഫേസിൽ. പിന്നെ ക്രാങ്കിനെസ് എവിടെ കിട്ടും? ക്രാങ്കിനെസ് മൈൻഡിൽ തന്നെയാണ്. ഒരു ഇൽ ടെമ്പേർഡ് ആയിട്ടുള്ള ഇതിനെ നമ്മൾ പറയാം ക്രാങ്കിനെസ് എന്ന് പറയുന്നത്. മർഡറിന് ഏത് റൂബ്രിക് എടുക്കുക? മർഡർ എവിടെ കിട്ടും? അത് ഏത് റൂബ്രിക് എടുക്കുക? മർഡറിന് എടുക്കുന്ന റൂബ്രിക് ഹോമിസിഡൽ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട് മൈൻഡ് ഹോമിസിഡൽ ഒരു കോമ ഇട്ടിട്ട് മർഡർ എന്നാണ് റൂബ്രിക് കേട്ടോ. മൈൻഡ് ഹോമിസിഡൽ മർഡർ. പിന്നെ പെർപ്ലെക്സിറ്റി അഗെയിൻ മൈൻഡിലാണ് വരിക. സ്കെപ്റ്റിക്കൽ മൈൻഡിലാണ്. സൂയിസിഡൽ എന്നുള്ള റൂബ്രിക് നമുക്ക് എവിടെ കിട്ടുക? മൈൻഡിൽ തന്നെയാണ് സൂയിസിഡൽ എന്ന റൂബ്രിക് കിട്ടുക. മൈൻഡിൽ സൂയിസിഡൽ എന്നുള്ള റൂബ്രിക്കിൽ ഒരുപാട് സബ് റൂബ്രിക് ഉണ്ട്. സൂയിസൈഡ് ബൈ ഹാങ്ങിങ്, സൂയിസൈഡ് ബൈ ഡ്രൗണിങ്, സൂയിസൈഡ് ബൈ ഷൂട്ടിങ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് സബ് റൂബ്രിക് സൂയിസൈഡൽ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൽക്കി എവിടെ കിട്ടുക? മൈൻഡിൽ. തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ, ഇതിന് ഏത് റൂബ്രിക് എടുക്കാം? തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ. നമ്മൾ കാണുന്നൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുക. അപ്പൊ നമുക്ക് ഇത് ഏത് ചാപ്റ്ററിൽ ഏത് റൂബ്രിക്? മൈൻഡിൽ തന്നെയാണ് കിട്ടുക. റൂബ്രിക് ഏതായിരിക്കും? തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ എന്നാണ് റൂബ്രിക് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ് റൂബ്രിക്. തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ റൂബ്രിക് മൈൻഡ് ചാപ്റ്റർ. മൈൻഡ് ബ്യൂട്ടിഫുൾ, തിങ്സ് ലുക്ക്. ഓക്കെ. ലേറ്റ് സ്പീക്കിംഗ്, ലേറ്റ് വാക്കിംഗ് ഒക്കെ ഇവിടെ കിട്ടും. ലേറ്റ് സ്പീക്കിംഗ്, ലേറ്റ് വാക്കിംഗ് ഒക്കെ മൈൻഡിൽ തന്നെയാണ് കിട്ടുക. മൈൻഡ് ഹോമിസിഡൽ. മൈൻഡ് ലേണിംഗ് ടു സ്പീക്ക് ലേറ്റ് എന്നാണ് സ്പീക്ക് ലേറ്റ് എന്നുള്ളത്. ലേണിംഗ് ടു സ്പീക്ക് ലേറ്റ്. പിന്നെ മൈൻഡ് വാക്ക് ലേൺ ടു സ്ലോലി, അതാണ് ലേറ്റ് വാക്കിങ്ങിനുള്ള റൂബ്രിക്. മൈൻഡ് വാക്ക് ലേൺ ടു സ്ലോലി. നമുക്ക് രണ്ടും നമുക്ക് മൈൻഡിൽ തന്നെ കിട്ടും. നമുക്ക് വാക്ക് ലേറ്റിങ്ങിന് നമുക്ക് എക്സ്ട്രിമിറ്റീസിലും കൂടി കിട്ടും, ലോവർ എക്സ്ട്രിമിറ്റീസിലും കൂടി കിട്ടും കേട്ടോ. അതായത് ലോവർ എക്സ്ട്രിമിറ്റീസ്, വാക്കിംഗ്, ലേണിംഗ്, സ്ലോ എന്നുള്ള റൂബ്രിക്കും കൂടെ നമുക്ക് ലേറ്റ് വാക്കിങ്ങിന് കിട്ടും. ഫുൾ മൈൽ സ്റ്റോൺസ് നമുക്ക് മൈൻഡിൽ തന്നെ കിട്ടും. പിന്നെ ഡേ ഡ്രീംസിന് റൂബ്രിക് ഏതാണ്? ഡേ ഡ്രീംസ്
മൈൻഡ് റെവറീസ് ഡേ ഡ്രീംസ്. റെവറീസ് ഡേ ഡ്രീംസ് ആണ് റൂബ്രിക്. മെൻഡാഗ്ര എവിടെ കിട്ടുക? മെൻഡാഗ്ര ഫേസിൽ ചിൻ മെൻഡാഗ്ര അല്ലെ. ഫേസിൽ ചിൻ മെൻഡാഗ്ര. പരോട്ടിഡ് ഗ്ലാൻഡ് ഫേസ് പരോട്ടിഡ് ഗ്ലാൻഡ്. റിസസ് സാർഡോണിക്കസ് ഫേസിൽ റിസസ് സാർഡോണിക്കസ്. സപ്ലിക്കേഷൻ എവിടെ കിട്ടുക? മൈൻഡിൽ സപ്ലിക്കേഷൻ. നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്പ് പ്രേയിങ് അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ സപ്ലിക്കേഷൻ എന്ന് പറയാം. അത് കിട്ടുന്നത് മൈൻഡിലാണ്. സൾഡറി അഗൈൻ മൈൻഡിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ മൈൻഡ് ഹോമിസൈഡൽ മർഡർ, മൈൻഡ് ലേണിംഗ് ടു സ്പീക്ക് ലേറ്റ്, മൈൻഡ് വാക്ക് ലേണിംഗ് ടു സ്ലോലി, ലോവർ എക്സ്ട്രിമിറ്റീസിലും വാക്കിംഗ് ലേണിംഗ് സ്ലോ ഇൻ എന്നുള്ള റൂബ്രിക് ഉണ്ട്. ഓക്കെ, ദെൻ കംസ് ദ ടീത്ത് ചാപ്റ്റർ. ടീത്തിൽ നമുക്ക് ടീത്തും ഗംസും രണ്ട് സബ് ചാപ്റ്റേഴ്സ് ഉള്ളത്. ടീത്ത്, ഗംസ്. ടീത്തിൽ ഐ ടീത്ത് അഗെയിൻ ലൊക്കേഷൻ റൂബ്രിക്. ബൈക്കാസ്പിഡ് ആൻഡ് മോളാസ് നമ്മൾ ജെ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ബൈറ്റ് ടുഗദർ ഇമ്പൾസ് ടു. ടീത്തിൽ ഒരു ബൈറ്റ് റൂബ്രിക് ഉണ്ട്. ബൈറ്റ് ടുഗദർ ഇമ്പൾസ് ടു. പിന്നെ ഡീക്കേയിങ് ടീത്ത് കാരീസ് ഓഫ് ടീത്തിന് എടുക്കുന്ന റൂബ്രിക് ആണ്. ദെൻ അനദർ മൈൽ സ്റ്റോൺ റൂബ്രിക് ഡെന്റീഷൻ സ്ലോ ഡിഫിക്കൽട്ട്. പിന്നെ ഡേർട്ടി കളർ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ജാംഡ് ക്രൗഡഡ് സോഡസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. വാബിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട് ടീത്തിൽ. ഓക്കെ, അപ്പോൾ ബൈറ്റ് ടുഗദർ ഇമ്പൾസ് ടു, ഡീക്കേയിങ്, ഡെന്റീഷൻ സ്ലോ ഡിഫിക്കൽട്ട്. ഗമ്മിൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. സ്കോർബ്യൂട്ടിക് നമ്മൾ സ്കർവിക്ക് എടുക്കുന്ന റൂബ്രിക് ആണ്. ഗംസ് സ്കോർബ്യൂട്ടിക്. ദെൻ സപ്പുറേഷൻ പയോറിയ ആപ്സസ്. ഗമ്മിലൊക്കെ ആപ്സസ് ഉണ്ടെങ്കിൽ സപ്പുറേഷൻ പയോറിയ ആപ്സസ്. ടീത്തിന്റെ രണ്ട് ചാപ്റ്റേഴ്സ് ടീത്ത്, ഗംസ്. ദെൻ മൗത്ത്, പാലറ്റ്, ത്രോട്ട് ആൻഡ് ഗള്ളറ്റ്, സലൈവ, ടങ്. മൗത്ത്, പാലറ്റ്, ത്രോട്ട് ആൻഡ് ഗള്ളറ്റ്, സലൈവ, ടങ്. ഇത്രയും ഡിവിഷനും മൗത്തിന്റെ ഡിവിഷനാണ്. അതിൽ മൗത്തിൽ വി ഹാവ് സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ റൂബ്രിക് ഉണ്ട്. ഗ്ലാൻസ് സലൈവറി. ദെൻ മൗത്തിൽ അഫ്തെ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ബൈറ്റ് ഇൻസൈഡ് ദ ചിക്ക് അഗെയിൻ മൗത്തിലും വരുന്നുണ്ട്, ഫേസിലും വരുന്നുണ്ട് അല്ലേ. മൗത്തിലും വരുന്നുണ്ട്, ഫേസിലും വരുന്നുണ്ട്. ദെൻ നോമ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. നോമ എന്ന് പറഞ്ഞ റൂബ്രിക് മൗത്തിലാണ്. ഓപ്പൺ ഹാങ്ങിങ്, മൗത്ത് ഓപ്പൺ ഹാങ്ങിങ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. നമ്മൾ അഫേസിയ എവിടെ പഠിച്ചത്? അഫേസിയ മൈൻഡിലായിരുന്നു അഫേസിയ. പക്ഷെ പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച് നമുക്ക് ഡിസാർത്രിയ അല്ലേ. ഡിസാർത്രിയ അല്ലേ. ഓർഗൻസ് ഓഫ് സ്പീച്ചിന്റെ പാരാലിസിസ് നമ്മൾ പറഞ്ഞ ഡിസാർത്രിയ. അപ്പൊ ഡിസാർത്രിയക്ക് എടുക്കുന്ന റൂബ്രിക്കാണ് മൗത്തിൽ പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. ദെൻ സ്പിറ്റിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് സ്പിറ്റ് ചെയ്യാം. പിന്നെ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു റൂബ്രിക്കും ഉണ്ട്. സോ മൗത്തിൽ നമുക്ക് സലൈവറി ഗ്ലാൻഡ് സലൈവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ റൂബ്രിക് ഉണ്ട്. പിന്നെ അഫ്തെ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ബൈറ്റ് ഇൻസൈഡ് ചിക്ക്. നോമ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ്. ഓപ്പൺ ഹാങ്ങിങ്. പിന്നെ പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച് നമുക്ക് ഡിസാർട്ടറിലേക്ക് എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണ്. സ്പിറ്റിംഗ് കോൺസ്റ്റന്റ്, സ്റ്റൊമറ്റൈറ്റിസ്. ഇതൊക്കെ നമുക്ക് മൗത്തിലുള്ള റൂബ്രിക്കാണ്. ദെൻ പാലറ്റിൽ നമുക്ക് അഡ്ഹറൻറ്റ് ടു ടോൺസിൽസ്, ഉവുല. പിന്നെ അത് പാലറ്റ് അഡ്ഹറൻറ്റ് ടു ടോൺസിൽ, പാലറ്റ് അഡ്ഹറൻറ്റ് ടു ഉവുല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രിപ്സ് വാട്ടർ. അതുപോലെ ഉവുള എന്നുള്ള എല്ലാം ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ പാലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് ഒക്കെ കിട്ടുന്നത് പാലറ്റ് എന്നുള്ള സബ് ചാപ്റ്ററിലാണ്. അത് ആലോചിച്ചാൽ മതി. ഉവുള, അതുപോലെ തന്നെ പാലറ്റ്, ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് പോലെയുള്ള ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് പാലറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. പിന്നെ ത്രോട്ട് ആൻഡ് ഗളർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈസോഫാഗസ് കിട്ടുന്നത്, ഡിഫ്തീരിയ കിട്ടുന്നത്, ഗ്ലോബസ് കിട്ടുന്നത്, ടോൺസിൽസ് കിട്ടുന്നത്, റീഗർജിറ്റേഷൻ കിട്ടുന്നത്. സോ ഈസോഫാഗസ് എസ്പെഷ്യലി, abscess of tonsil, choking, strangling, croup membranes. ക്രൂപ്പ് കിട്ടുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. പിന്നെ ഡിഫ്തീരിയ കിട്ടുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. ഗ്ലോബസ് കിട്ടുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. ടോൺസിൽസ് റിലേറ്റഡ്, ടോൺസിൽസ് ഹൈപ്പർട്രോഫീഡ് അല്ലെങ്കിൽ ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. പാരാലിസിസ് ഓഫ് ഡിഗ്ലൂട്ടിഷന്റെ പാരാലിസിസ് വരുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. സ്വാലോയിങ് എന്ന് പറഞ്ഞ റൂബ്രിക് വരുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിൽ. റീഗർജിറ്റേഷൻ ത്രൂ നോസ്, നേസൽ റീഗർജിറ്റേഷൻ എടുക്കുന്ന റൂബ്രിക് ആണ് റീഗർജിറ്റേഷൻ ത്രൂ നോസ്. സോ ത്രോട്ട് ആൻഡ് ഗള്ളറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈസോഫാഗസ്, ഡിഫ്തീരിയ, ഗ്ലോബസ്, ടോൺസിൽസ്.
ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നേസൽ റീഗജിറ്റേഷൻ ഒക്കെ കിട്ടുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പിന്നെ സലൈവ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, റിലേറ്റഡ് ടു സലൈവ, ഡ്രൈ സലൈവ അല്ലെങ്കിൽ സലൈവ ചേഞ്ച്ഡ്, സലൈവേഷൻ എന്ന് പറഞ്ഞ റൂബ്രിക്കിൽ സലൈവേഷൻ ഇൻക്രീസ്, ഡിക്രീസ്ഡ് അങ്ങനെ പറഞ്ഞ ഒരുപാട് സബ് റൂബ്രിക്സ് ഒക്കെ ഉണ്ട്. സലൈവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ്. പിന്നെ ടങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ടങ്ങിൽ നമുക്ക് ആഫ്തെ കാങ്കർ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമാസിയേഷൻ, ടങ്ങിന്റെ ഇമാസിയേഷന് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ മ്യൂറിയാറ്റിക് ആസിഡ്, മ്യൂറിയാറ്റിക് ആസിഡ് ആണ് മെഡിസിൻ കൊടുത്തുള്ളത്. ഹെയർ ഓൺ ആസ് ഓഫ് എ, ടങ്ങിൽ ഹെയർ ഉള്ള സെൻസേഷൻ ഹെയർ ഓൺ ആസ് ഓഫ് എ. പിന്നെ ലോളിംഗ് എന്ന് പറഞ്ഞ റൂബിക് ഉണ്ട്. ഒബ്റ്റ്യൂഷൻ, റാനുല കിട്ടുന്നത് നമുക്ക് ടങ്ങിലാണ്. കെൻഡിൽ എവിടെ റാനുല കിട്ടുക? കെൻഡിൽ ഇത്രയും സാധനം എവിടെ കൊടുത്തിട്ടുള്ളത്? അതെ, കെൻഡില് മൗത്തിലാണ് കിട്ടുക. കാരണം കെൻഡിൽ ഈ പോർഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് മൗത്ത് എന്ന ചാപ്റ്ററിലാണ്. പക്ഷെ ഇതിലൊരു സെപ്പറേറ്റ് ടങ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ടായതുകൊണ്ട് അതിലാണ് നമുക്ക് റാനുല കൊടുത്തുള്ളത്. ഒബ്റ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഒബ്റ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടങ്ങിന് എന്തെങ്കിലും ഒരു ബ്ലണ്ട് ആയിട്ട് എന്തെങ്കിലും പറ്റി, നമ്മൾ ടങ്ങിനെ അടിച്ച് പരത്തിയിട്ട് നമുക്ക് പറയാം ടങ്ങിൻ്റെ ടേസ്റ്റ് ഒക്കെ പോയ ഒരു സെൻസേഷൻ ഉണ്ടാവില്ല, അതിൻ്റെ പാപ്പിലേഴ്സ് ഒക്കെ പോയിട്ട് അങ്ങനെ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള ഒരു നോട്ട് ടേസ്റ്റ് ആ ഒരു ഫീലിംഗ് ആണ് ഒബ്റ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒബ്റ്റ്യൂഷൻ, ലോളിംഗ്, റാനുല പിന്നെ ഇതൊക്കെ കിട്ടുന്നത് ടങ്ങിലാണ്. സോ മൗത്തിൽ നമുക്ക് നോമയുണ്ട്, അഫ്ത, സ്റ്റൊമറ്റൈറ്റിസ്, പിന്നെ ഓപ്പൺ ഹാങ്ങിങ്, പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച്, പിന്നെ അതുപോലെ സ്പിറ്റിംഗ് കോൺസ്റ്റന്റ്. പിന്നെ പാലറ്റിൽ നമുക്ക് ഉവുല റിലേറ്റഡ് ആയിട്ടുള്ള പാലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂബ്രിക്സും കിട്ടും. അതിൽ നോക്കേണ്ട അഡ്ഹേഴ്സ് ടു ടോൺസിൽസ് എന്ന് വരുന്നത്, അത് റൂബ്രിക് അങ്ങനെയാണെങ്കിലും പാലറ്റ് അഡ്ഹേഴ്സ് ടു ടോൺസിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ റൂബ്രിക് അങ്ങനെ വരുന്നത് അത് പാലറ്റിലാണ്. ത്രോട്ട് ആൻഡ് ഗള്ളറ്റിൽ നമുക്ക് ഈസോഫാഗസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് കിട്ടും, ടോൺസിൽ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് കിട്ടും, ഡിഫ്തീരിയ ഉണ്ട്, ഗ്ലോബസ് ഉണ്ട്. പിന്നെ സ്വാലോയിങ് ഡീഗർജിറ്റേഷൻ ഓഫ് ത്രൂ നോസ് എന്ന് പറയുന്നത് നേസൽ റീഗർജിറ്റേഷൻ എടുക്കുന്ന റൂബ്രിക്കാണ്. പിന്നെ പാരാലിസിസ് ഓഫ് ഡിഗ്ലൂട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റൂബ്രിക് ഉണ്ട്. ഇതിൽ ഈസോഫാഗസ് സ്പാസം അങ്ങനെ പറഞ്ഞ ഒരുപാട് റൂബ്രിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അക്ലേഷ്യ കാഡിയ പോലെയുള്ള കേസിനൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ സലൈവ എന്ന് പറഞ്ഞാൽ സലൈവ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ് ഉണ്ട്. ടങ്ങിൽ മെയിനായിട്ട് അഫ്തെ കാങ്കർ ഉണ്ട്. പിന്നെ ഇമാസിയേഷൻ ഓഫ് ടങ്ങിന് മ്യൂറിയാറ്റിക് ആസിഡ് ആണ്. ലോളിങ്, ഒബ്റ്റ്യൂഷൻ, റാനുല പോലെയുള്ള ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് ഒക്കെ ടങ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലുണ്ട്. ദെൻ നമ്മളിപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ BVCRൽ പഠിച്ച് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രോബാക്സ് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺഫ്യൂഷൻ എന്ന റൂബ്രിക്ക് സെൻസോറിയത്തിൽ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂസ്ഡ് എന്നുള്ളത് മൈൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷനാണ് അല്ലെ, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അഗെയിൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ കൺഫ്യൂഷൻ ഈസ് ഇൻ സെൻസോറിയൻ, കൺഫ്യൂസ്ഡ് ഈസ് ഇൻ മൈൻഡ്. ദെൻ അഗ്രവേഷൻ ചാപ്റ്ററിൽ വുമൺ ഇൻ എന്നും കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ റൂബ്രിക്കും ഉണ്ട്. അപ്പോൾ അഗ്രവേഷൻ ചാപ്റ്ററിൽ ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വുമൺ ഇന്നും കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ എന്ന് പറഞ്ഞ റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. ദെൻ സെൻസോറിയത്തിൽ ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ എന്നുണ്ട്, SNCയിൽ ഫെയിൻറ്റ്നെസ് ഓൺ റൈസിങ് എന്നും കൊടുത്തിട്ടുണ്ട്. രണ്ട് റൂബ്രിക്കും സെയിം ആണ്, പക്ഷേ രണ്ടിലും സെപ്പറേറ്റ് മെഡിസിൻസ് ആയിട്ടാണ് കൊടുത്തുള്ളത്. ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ, ഫെയിൻറ്റ്നെസ് ഓൺ റൈസിങ് ഇൻ, അത് SNCയിലും മറ്റേത് സെൻസോറിയത്തിലുമാണ്. Though the group of medicine is not much different in the first one, faintness rising on സെൻസോറിയത്തിലെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ലൈക്ക് കോക്കുലസ് ഇസ് മിസ്സിങ്. അപ്പോൾ സെൻസോറിയത്തിലുള്ള ഫെയിൻറ്റ്നെസ് റൈസിങ് എന്നുള്ളതിൽ കോക്കുലസ് ഒന്നുമില്ല, പക്ഷെ അത് നമ്മുടെ SNCയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്പ്ലേസിംഗ് ഓഫ് റൂബ്രിക്സ് ഉണ്ട്. സെവറൽ റൂബ്രിക്സ് ആർ നോട്ട് ഗിവൻ അറ്റ് ദ പ്രോപ്പർ പ്ലേസസ്, ദസ് ക്രിയേറ്റിംഗ് ഡിഫിക്കൽട്ടി ഇൻ ഫൈൻഡിങ് ദം ഔട്ട്. മെനി റൂബ്രിക്സ് ഹാവ് എ സിംഗിൾ എ ഫ്യൂ മെഡിസിൻ. നമുക്ക് കുറേ സിംഗിൾ റെമഡി റൂബ്രിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് സിംഗിൾ റെമഡി റൂബ്രിക്സ് ഒക്കെ നമ്മൾ റെപ്പർട്ടറൈസേഷന് യൂസ് ചെയ്യാൻ പറ്റൂല. നമുക്കൊരു ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ SNCയിലുള്ള സിംഗിൾ റെമഡി റൂബ്രിക്സ് ആണ് ആൽജിഡിറ്റി, ചമമ്പിലയാണ് മെഡിസിൻ. ബിറ്റർ എന്നുള്ളൊരു ഇതുണ്ട്, ബുഫോ ആണ് മെഡിസിൻ. കോൾഡ് ടെൻഡൻസി ടു ടേക്ക്, അത് ബെൻസോയിക് ആസിഡ് ആണ്. ക്രെറ്റിനിസത്തിന് എന്താ ഒറ്റ മെഡിസിനേ ഉള്ളൂ, കാൽക്കേരിയ ഫോസ് മാത്രമേ ഉള്ളൂ. പിന്നെ മൈൻഡിലുള്ള റൂബ്രിക്സ് മിസ്ചീവിയസ്നെസ്, അതിൽ ആസ്താലും മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ വാഗൻസ് എന്നുള്ളത് ബെലഡോണ. ഫെറോസിറ്റിയിൽ ഓപ്പിയം. പേഷ്യൻസിൽ മാഗ്മ്യൂർ ആണ് കൊടുത്തുള്ളത്.
Though these rubrics are quite useful and meaningful, but these cannot be used for the purpose of repetition. Rather, they very often confuse and misguide the practitioners. Okay, കുറച്ച് സിംഗിൾ റെമഡി റൂബിക്സ് ആണ്, നമുക്കത് ഒരു റെഫറൻസ് പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ക്രെറ്റിനിസം കാൽക്കേരിയ ഫോഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഷ്യൻസ് മാഗ്മ്യൂർ. ഓക്കെ, then though this repetition, എക്സ്ക്യൂസ് മീ ഡോക്ടറെ, ഡോക്ടറെ ഫെറോസിറ്റിയുടെ മീനിങ് എന്തുവാ? ഫെറോസിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ആക്ച്വലി ഒരു ഫ്രൈറ്റ് അങ്ങനത്തെ ഒരു മീനിങ് തന്നെ വരുന്നത് കേട്ടോ. ഓപ്പിയത്തിന് നമ്മൾ ആ ഒരു നേച്ചറൽ പറയുന്നത് ഒരു സ്ലീപ്ലെസ്നെസ് അങ്ങനെ ഒരു ആ ഒരു ഇത് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പറയാം. എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെയാണ് കിടക്കുന്നത്. ഏതായാലും റെഫർ ചെയ്തിട്ട് ഗ്രൂപ്പിൽ പറയാം, അല്ലെങ്കിൽ നാളെ പറയാം. ഓക്കെ ഓക്കെ. Though this repertory is the latest one, it does not represent many medicine. ഇത് 1905 ഇറങ്ങിയതാണ്. കെൻറ്റ് 1897 TPP അതിന് മുമ്പ്, അതിനിടയിൽ ഒരുപാട് റെപ്പർട്ടറീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തതൊക്കെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. റൂബ്രിക്സ് ഡു നോട്ട് കണ്ടെയ്ൻ ലാർജ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ്. റൂബ്രിക്സിലൊക്കെ കുറച്ച് മെഡിസിനേ ഉള്ളൂ. ഇപ്പോൾ കെൻറ്റിലൊക്കെ നമ്മൾക്കറിയാം, കെൻറ്റ് ഒരു വലിയ ജനറൽ റൂബ്രിക് ഉണ്ടാവും അല്ലേ, അതിൽ ഒത്തിരി മെഡിസിൻസ് ഉണ്ടാവും, എന്നിട്ടാണ് സബ് റൂബ്രിക്സിലോട്ട് പോകുന്നത്. പക്ഷെ അതുപോലെയൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, എല്ലാത്തിലും കുറച്ച് മെഡിസിനേ ഉള്ളൂ. ദസ് മെനി മെഡിസിൻസ് ആർ മിസ്സിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് റൂബ്രിക്സ്. ഫോർ എക്സാമ്പിൾ, മിസ്ചീവിയസ്നെസ്സിൽ ആസാൽവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെന്റിമെന്റിൽ നാട്രോമോർ മെഡിസിൻ മിസ്സിംഗ് ആണ്. ഈവൻ സം ഇൻഫർമേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ സ്കിനോപ്റ്റിക് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ റെപ്പർട്ടറി. ഫോർ എക്സാമ്പിൾ, ഡ്രീംസ് ഓഫ് സ്നേക്കിൽ ലാക്ടസിസ് കൊടുത്തിട്ടില്ല, അത് പക്ഷേ സിനോപ്റ്റിക്കിയിൽ കൊടുത്തിട്ടുണ്ട്. സിനോപ്റ്റിക്കി ഇതിന് ശേഷം ഇറങ്ങിയ റെപ്പർട്ടറിയാണ്. ഇപ്പോൾ ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയ സമയത്ത് വേണമെങ്കിൽ ഇവർക്ക് ആഡ് ഓൺ ചെയ്യായിരുന്നു, പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ലാക്ടസിസ് നോട്ട് ഗിവൺ. ടൈം എത്രയായി? ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ടോ? ഡോക്ടർ നീലിമ, വാട്ട് അബൌട്ട് ടൈം? ഡോക്ടർ, ഇപ്പോ 8:30 ആവാറായി. നമുക്ക് 9 PM സക്സസിന്റെ PSC ഗ്രൂപ്പിൽ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ ഒരു ഹാഫ് ആൻ അവർ അവർക്കൊന്ന് ബ്രേക്ക് കൊടുക്കാനായിരുന്നു. നമുക്ക് നിർത്താം അല്ലേ? നമുക്ക് നിർത്താം, നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളാൻ പറഞ്ഞോളൂ ഡോക്ടറെ. If you have any doubt, you can ask me. Okay. Do you want anything to clarify from today's portion? ഡോക്ടർ, ഫോട്ടോമാനിയും ഫോട്ടോഫോബിയ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞുതരോ ഓരോ റെപ്പർട്ടറി? നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കും കൂടി കൺഫ്യൂഷനായി. ഞാൻ അവിടെ നോക്കിയിട്ട് പറയാം. കെൻഡിൽ ഐയിലാണ് കേട്ടോ. കെൻഡിൽ ഐ, ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ. BBCRൽ നമുക്ക് മൈൻഡിൽ നമുക്ക് ഫോട്ടോമാനിയ മാത്രമേ കിട്ടുള്ളൂ. ഐയിലും വിഷ്വലിലും നമുക്ക് എന്ത് കിട്ടും? ഫോട്ടോമാനിയും ഫോട്ടോഫോബിയും കിട്ടും. വിഷ്വലിലും കൂടി കിട്ടും കേട്ടോ, വിഷ്വലിനും കൂടെ കിട്ടും. പിന്നെ ഇവിടെ വിഷ്വലിൽ കിട്ടും. ഇവിടെ നമുക്ക് ഇതിൽ കിട്ടുന്നത് വിഷ്വലിൽ മാത്രമാണ് കിട്ടുന്നത്. TPBയിൽ വിഷ്വലിൽ മാത്രമാണ്. കെൻഡിൽ ഐയിലാണ്. BBCRൽ രണ്ടിലും കിട്ടും. ഫോട്ടോമാനിയ നമുക്ക് മൈൻഡിലും കൂടി കിട്ടും. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൺഫ്യൂഷൻ ആയോ? കെൻഡിൽ ബോത്ത് ഇൻ ഐ, BBCRൽ രണ്ടിലും കിട്ടും. ഫോട്ടോമാനിയ മൈൻഡിലും കൂടെ കിട്ടും. TPBയിൽ വിഷ്വലിലാണ് രണ്ടുള്ളത് കേട്ടോ. പ്രസ്ബയോപ്പിയ എവിടെയായിരുന്നു? BBCRൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ,